കാണുമ്പോൾ പലവിധമെല്ലാം ചൊല്ലുന്നേ ഞങ്ങൾക്കെന്നും കൂട്ടായി മാറുന്നേ അതിരില്ല സ്നേഹം മെല്ലെ നമ്മിൽ ചേരുമ്പോൾ കാണുന്നൊരു ലോകം തേടി മെല്ലെ പോകുന്നേ ഇല്ലാ കാലം സ്വപ്നം കണ്ടത് നേടിയെടുക്കുമ്പോൾ ആരോ ചൊല്ലും കള്ളക്കഥ ഇത് കേൾക്കാൻ നിൽക്കല്ലേ തന്നന്നം നാനാനേ നാനാനേ നനന തന്നന്നം നാനാനേ നാ ഭൂലോകം പായുന്നേ കാണാമറയത്തെന്നും ഈ നെഞ്ചം തീരം തേടുന്നേ ഇടനെഞ്ചിൻ തീരം തേടി മഴവില്ലായി മാറും നേരം ആരാരും കാണാതെ എന്നും ദൂരെ പോകും പോലെ തന്നന്നം നാനാനേ താനാനേ നനന. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് അതാണ് ഗൈസ് നോക്കൂ, കസാക്കിസ്ഥാനിലെ നമ്മുടെ അടുത്ത ദിവസമാണ്. അതായത് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് നമ്മുടെ യാത്ര തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ അടുത്ത രാജ്യമാണ് കസാക്കിസ്ഥാൻ. അതായത് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് പോകുന്നതിൻ്റെ അടുത്ത കൺട്രിയായ കസാക്കിസ്ഥാനിലാണ് നമ്മളുള്ളത്. ഗൈസ് നോക്കൂ, അങ്ങനെ ഈ യാത്രയിലെ ആദ്യത്തെ വണ്ടി കഴുകിന് വേണ്ടി വാഹനം കൊടുത്തിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ കിടന്നുറങ്ങിയതും അതായത് നമ്മൾ ഭക്ഷണം പാചകം ചെയ്തൊക്കെ ഈ കാണുന്ന ഒരു ഏരിയയിലാണ്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ 500 ടങ്ക്, അത് ഇവിടുത്തെ ടങ്ക് എന്നാണ് പറയുന്നത് പൈസ, ആ പൈസ കൊടുത്ത് വണ്ടി എടുത്തത് ഇവിടെയാണ്. അവിടുന്ന് ഞങ്ങൾ ടങ്ക് കൊടുത്തു, 1000 രൂപയുടെ പരിപാടി വെള്ളം എടുത്തു എല്ലാം കൂടി ചെയ്തു അല്ലേ. ഗൈസ് നോക്കി, ഇവിടെ പിന്നെ ഈ കുഴിക്കക്കൂസ് ഇതുണ്ടോ, ഈ കാണുന്നതാണ് സാധനം. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കണി തരാം. ഇതാണ് സാധനം കേട്ടോ, സാധനം അതാണ് ഒരു മിന്നായിക്കടിക്കാം. ഗൈസ് നോക്കൂ, അതായത് ഇവിടെ നമ്മുടെ വണ്ടി കഴുകുവാണ്. ഇവിടെ 3000 ടങ്കാണ് നമ്മുടെ വാഹനം കഴുകുന്നതിന്. 3000 ടങ്ക് എന്ന് പറയുമ്പോൾ 1000 എന്ന് പറയുമ്പോൾ തന്നെ അപ്രോക്സിമേറ്റ് 1000 വെച്ചിട്ടുണ്ട് 900 200 കൂട്ടിക്കോ. അപ്പം 2000 എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഏതാണ്ട് 3000 രൂപ. ഇതേപോലെ ഫുള്ള് പാചകമാക്കിയിട്ട് പാചകമാക്കിയിട്ട് നല്ല കൂട്ടപ്പനാക്കി കഴുകി നല്ല മീനിക്ക് തരും കേട്ടോ വണ്ടി. ഇതുണ്ടോ, ഇതൊക്കെ നമ്മുടെ വണ്ടി പാചകമാക്കിയിട്ട് നല്ല വൃത്തിയാക്കി എടുക്കുവാണ്. എന്നാലും വണ്ടി കഴുകട്ടെ, എങ്കിലൊരു വൃത്തി ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഇവിടെ ഒരു വലിയ വിഷയം, ഫ്രണ്ട് ഗ്ലാസ്സിൽ ഭയങ്കരമായിട്ട് പ്രാണി അടിക്കുന്നുണ്ട്. ഗ്ലാസ് എപ്പോഴും വിസിബിലിറ്റി, അതുകൊണ്ട് ഇത് കഴുകിയെടുക്കുന്നതാണ് നല്ലത്. ഗൈസ് നോക്കൂ, അതായത് ഈ ഉള്ളി ഇടുന്നതിന് പൈസ കൊടുക്കണം, ഇവിടെ ഇടുന്നതിന് പൈസ കൊടുക്കണ്ട. അപ്പോൾ ആൾക്കാർ അതിനനുസരിച്ച് ഇടുന്നു. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കും. വണ്ടി മൊത്തം പതയടിച്ച് കിടുക്കനാക്കി കേട്ടോ, ഫുള്ള് വൃത്തിയാക്കി കഴുകിയെടുക്കുവാണ്. അത്യാവശ്യം പരിപാടിയുണ്ട്, കാരണം നല്ല രീതിയിൽ ചെളിയുണ്ട് കേട്ടോ വണ്ടിയിൽ. കാരണം ചൈനയിലും പാകിസ്ഥാനിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ഇതിനും വൃത്തിയാക്കി കഴുകി സെറ്റപ്പാക്കി എടുക്കണം. ഗൂഗിൾ മാപ്പ് അത്ര അഗ്രസീവ് അല്ല. ഇവിടെ 2GIS എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു മലയാളി പയ്യനെ കണ്ടില്ല, അവനിവിടെ അത്യാവശ്യം ടൂർ ഓപ്പറേറ്റ് സംഭവം ചെയ്യുന്നത്. അപ്പോൾ അവനെ പരിചയപ്പെട്ടപ്പം അവനാണ് ഞങ്ങൾക്ക് ഈ മാപ്പ് പറഞ്ഞു തന്നത്. അപ്പം ഞങ്ങൾ പല സംഭവങ്ങളും ഗൂഗിൾ അടിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഈ മാപ്പ് കിട്ടിയപ്പോൾ ഇതിൻ്റെ അകത്തിട്ട് പോകാൻ തീരുമാനിച്ചത്. കൊയ്സ്ലി എന്ന് പറഞ്ഞ ലേക്കിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്രോക്സിമേറ്റ് ഇവിടുന്ന് നല്ല ദൂരമുണ്ട്. കൊയിലാസിയോ അങ്ങനെ എന്തെങ്കിലും ഇതിന്റെ പേര്. അത് ഏകദേശം ഇവിടുന്ന് 4 മണിക്കൂർ അധികമുള്ള യാത്രയുണ്ട്. ഗൈസ് നോക്കൂ, അങ്ങോട്ടാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്രോക്സിമേറ്റ് ഇവിടുന്ന് നല്ല സമയമുണ്ട്. നമ്മൾ പോകുന്ന കുൽസായ് ലേക്ക് എന്ന് പറഞ്ഞ ലേക്ക് ഇവിടുന്ന് ഒരു 300 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ അവിടെയായിട്ടാണ് പോകുന്നത്. അത് ഇവിടുത്തെ മോസ്റ്റ് ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്. ഓടിയോ, ഈ കാണുന്ന ബെൻസിന്റെ ആസ്ട്രയില്ലേ, നമ്പർ പ്ലേറ്റ് നോക്കിയേ, റഷ്യൻ വണ്ടിയാ. ഇത് റഷ്യ എന്ന് പറഞ്ഞ ഗൈസ്, ഈ കാണുന്നത് റഷ്യൻ ട്രക്കാട്ടോ. ഇവിടെ ഇങ്ങനെ പല ടൈപ്പ്, ഇത് കസാക്കിസ്ഥാനാണ്. ഓരോ ടൈപ്പ് പിന്നെ വാഹനങ്ങൾ നമ്മൾ പോകുന്ന വഴിക്ക് കാണാൻ പറ്റും. എന്തായാലും വണ്ടി കഴിയട്ടെ, എന്നിട്ട് നമുക്ക് വണ്ടി എണ്ണ അടിക്കണ്ടേടാ. ഇവിടെ ഭയങ്കര പ്രാണിശല്യം. ഇതുണ്ടോ, ഭയങ്കര പ്രാണിശല്യം കേട്ടോ. മൂക്കിലും വായിലും കയറി പോവാ. അങ്ങനെ പുതിയ ബാഗ് കേട്ടോ, നല്ല ഐശ്വര്യ. മേടിച്ച മുതലുള്ള എല്ലാം പോവുക. എത്ര 3000 5000 കയ്യിലുണ്ട്. എത്രയാ? അത് 5000 അല്ല, അത് 500. ഇത് 5000 5000 കൊടുക്കും. വണ്ടി നല്ല വൃത്തിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള തുടക്കലും പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയുടെ വീലൊക്കെ നല്ല സെറ്റപ്പ് ആയിട്ടോ. വേറെ അങ്ങനെ വെള്ളം അടിക്കും, ഷാമ്പൂ ഇട്ടെല്ലാം സെറ്റപ്പ് ചെയ്ത് തരും. ഫുള്ള് വണ്ടി വൃത്തിയായി നല്ല ബ്ലാക്ക് ബ്യൂട്ടി ആയിട്ടോ, ബ്ലാക്ക് ബ്യൂട്ടി. പക്ഷെ മേളിലൊന്നും ചെളി പോയില്ല കേട്ടോ. സാരമില്ല, വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. 3000 രൂപയിലായുള്ളൂ. 3000 ടങ്ക് കേട്ടോ. ഞാൻ ഇപ്പോൾ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് കൂട്ടിയിട്ട് പറയാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള പനി 2 പേർക്കും കിട്ടി. നല്ല ജലദോഷം, ദേഹത്ത് വേദന, നടുവേദന, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും 2 പേർക്കും ഉണ്ട്. വളരെ സന്തോഷമുണ്ട്.
ഈ വേദന കിട്ടിയാല് നടുവേദന, അതിനെ സംബന്ധിച്ച് പെട്ടെന്ന് തണുപ്പത്തിൽ നിന്ന് ഇറങ്ങി വന്നതിന്റെ കാലാവസ്ഥ, തൊണ്ടവേദന, ഇതെല്ലാം വേദന ഉണ്ട് കേട്ടോ. രാവിലെ എല്ലാ ഗുളിയും അടിച്ചിട്ടോ. ഫൈനലി നമ്മൾ വണ്ടി എടുക്കുവാണ്. കൊയിലാലേക്ക് എന്ന് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് കൊയില ലേക്ക് ആ സംഭവം പ്രിപ്പറേഷൻ പോവാണ്. അപ്പം അങ്ങോട്ട് ഞങ്ങൾ നേരെ പോവാണ്. 300 സംതിങ് കിലോമീറ്റർ ആണ്. അവിടെ നെറ്റ്വർക്ക് ഒന്നുമില്ല. അവിടെ നെറ്റ്വർക്ക് കിട്ടൂല ഗൈസ്. പുതിയൊരു മാപ്പ് ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു ചെറിയ തപ്പലും തടവലും ഉണ്ട്. വലിയ കുഴപ്പമില്ല. ഇന്നലെ ഇവിടെയൊക്കെ ആട്ടോ ഭക്ഷണം വെക്കാൻ വേണ്ടി ഞങ്ങൾ ഇഷായിട്ട വരച്ച റഷ്യൻ ട്രക്ക് ആണല്ലോ. ഇന്നലെ ഇവിടെയൊക്കെയാണ് ഞങ്ങൾ ഇഷായിട്ട വരച്ച. ഭയങ്കര പ്രാണിശല്യായിരുന്നു. പകലുകളായി മാറുമ്പോൾ ലക്ഷ്യം മെല്ലെ നമ്മിൽ ചേരുന്നേ. ആരവമെല്ലാം വന്നിന്നൊരു കാതിൽ മെല്ലെ ചൊല്ലുന്നേ. ലോകം മെല്ലെ താനെ മാറുന്നേ. നല്ല വൃത്തിക്ക് കഴുകിക്കൊണ്ട് വന്ന ഫ്രണ്ട് ഗ്ലാസ് ആട്ടോ. ഈ കാണുന്ന ഫ്രണ്ട് ഗ്ലാസ്സിന് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ കാണുന്ന റൂട്ടിൽ കൂടെ പോകുന്നത് ഭയങ്കര പ്രാണിയാണ്. ആ പ്രാണി അടിച്ച് അത് പോയി. പക്ഷെ എത്ര വരച്ച് കഴിയാലും ശരിയല്ലോ കേട്ടോ. പ്രാണികള് മതിയടാ ലിബിയ, കമാൻ ബാ 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 ബാ. ഈ കാണുന്നതാണ് റോയൽ പെട്രോൾ. ഇവിടുന്ന് അടിച്ചിട്ട് പോയല്ലോടാ. ഇവിടുന്ന് അടിച്ചിട്ട് ഇവിടെ വൈഫൈ ഇവിടെ ഉണ്ടല്ലോ. അങ്ങൊന്ന് കിട്ടും, ഇവിടുന്ന് കിട്ടും, അപ്പുറത്തുനിന്ന് കിട്ടുമെന്ന് വിചാരിച്ച് വണ്ടി ഓടിക്കാൻ പറ്റൂല കേട്ടോ. ഇവിടുന്ന് കിട്ടലൊക്കെ കണക്കാ. ഇവിടുന്ന് കിട്ടും, നല്ല വേറെ കിട്ടൽ കിട്ടും. ഇങ്ങോട്ട് കയറ്റിയാൽ ചില സമയങ്ങളിൽ അടുത്തടുത്ത് പമ്പ് കിട്ടും. ചില സമയങ്ങളിൽ 300 കിലോമീറ്റർ കഴിഞ്ഞാൽ പമ്പ് കിട്ടും. റഷ്യൻ ട്രക്കാ ഇതല്ലേ റഷ്യ. വണ്ടി എണ്ണ അടിക്കാൻ വേണ്ടി കൊണ്ടും വലിയൊരു പാണ്ടനെ കൊണ്ടുവച്ചേക്കോ കേട്ടോ. ഇത് എന്നാ സംഭവം ഒന്നും എനിക്ക് പിടുത്തം കിട്ടില്ല. ഇവനെ താക്കോൽ എടുത്തില്ലടാ. ഇതെന്നെ സാധനം പാണ്ടയോ? ഞങ്ങളുടെ ട്രൗസർ കയറി. ഇത് കൊള്ളാലടാ പരിപാടി. ഇവനെ ഇത് കൊള്ളാലോ പരിപാടി. കൊള്ളാം. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ വാ വാ വാ. ഇല്ല നമ്മുടെ എണ്ണ അടിക്കൽ നടക്കൂല. എന്തോ വലിയ അത്ഭുതത്തൊന്നും വീണ പോലെയാണല്ലോ ഞങ്ങള്. അതെ ലിബിനെ, നമുക്ക് നമ്മുടെ കയ്യിൽ ഇച്ചിരി പൈസ കുറവാണ്. ഞങ്ങളൊരു 70 ലിറ്റർ എണ്ണ അടിക്കാൻ പറയുകയാണ്. 30 ലിറ്റർ കയറുള്ളൂ. എണ്ണ അടിപ്പിക്കും കേട്ടോ. ഒറ്റോർണം ഇല്ല ഇവിടെ കൗണ്ടറിൽ. 14,750 രൂപ ഡീസൽ. ഇവിടെ ഡീസൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അവനെ കൊണ്ടുവരട്ടോ. പാവയുടെ പരിപാടി കഴിഞ്ഞു. പാവ ചുങ്ങിപ്പോയി. പാവയ്ക്കകത്ത് മറ്റേ ഫിൽറ്റർ ആയിരുന്നു എനിക്ക് തോന്നുന്നു. മറ്റേ എയർ കയറുന്ന പരിപാടി. ഒരു രക്ഷയില്ല കേട്ടോ. ചേച്ചിമാര് വീഡിയോട് വീഡിയോ നോക്കിയാ. ടിക്ടോക്കാ. ടിക്ടോക്ക് ലിവിന ചെല്ലടാ. എണ്ണ അടിക്കട്ടെ. അതെ എണ്ണ അടിച്ചില്ലല്ലേ ഞങ്ങൾ എണ്ണ കയറാതെ വരുമ്പോ അവസാനമുള്ള പൈസ ബാക്കി കിട്ടും കേട്ടോ. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നമ്മൾ ഏത് പമ്പി വന്നാലും ഡീസലാണോന്ന് ഉറപ്പ് വരുത്താൻ ഒരിക്കലും ഡീസൽ അടിച്ചാക്കില്ല കേട്ടോ. പിന്നെ ടാങ്കൊക്കെ ഇറക്കി അടിക്കേണ്ടി വരും. അത് വലിയ പണിയാ. ഇവിടെ മണി കൊടുത്താലേ എണ്ണ കിട്ടുള്ളൂ. ഇവിടുത്തെ ഏറ്റവും നല്ല പമ്പ് ഞാൻ നോക്കിയിട്ട് റോയൽ പെട്രോൾ ആണ്. RP. ഇവിടെ ഫ്രീ വൈഫൈ അതുപോലെയുള്ള എല്ലാ സംഭവങ്ങളും കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ അടിക്കുന്നത്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ട്രക്കുകൾ ഇതേപോലെ നിർത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പൈസ കൊടുക്കണം. പിന്നെ നല്ല പണിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഇപ്പം തന്നെ എടുക്കട്ടെ. 300 സംതിങ് കിലോമീറ്റർ ഓടാണ്ട്. ഫുള്ള് ഗ്രാമപ്രദേശമൊക്കെയാണ്. പിന്നെ അത് മാത്രമല്ല അങ്ങോട്ട് നെറ്റ്വർക്കും ഇല്ല കേട്ടോ. പിന്നെ അഭിനയിക്കും അങ്ങോട്ട് നോക്കി. അഭിനയിക്കും അങ്ങോട്ട് അഭിനയിക്കും. നമുക്കൊന്നും അറിയത്തില്ലാത്തോണ്ട് നമുക്ക് പൈസ വേണം. അതെ ATM പോയി പൈസ എടുക്കുന്ന 15 ലിറ്റർ കയറിയുള്ളൂ. 50 ലിറ്റർ അടുപ്പിച്ചു. ആകെ ഇത്ര എണ്ണ കയറുള്ളൂ കേട്ടോ. ബാക്കി പൈസ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അമ്മച്ചെടുത്ത് നോക്കട്ടെ. ഇവിടെ ഉള്ളവരെല്ലാം ഭയങ്കര കമ്പനിയാണ്. പൈസ കിട്ടുമെന്ന് നോക്കട്ടെ. നമ്മുടെ 2 പക്ഷി അതായത് എണ്ണ അടിച്ച് പൈസയും കിട്ടി. അത്യാവശ്യം 9,000 രൂപ കിട്ടിയതാ. 9,000 പൈസ നമുക്ക് കിട്ടി. അത്യാവശ്യത്തിനുള്ള പൈസ കിട്ടി. പരിപാടി ഇവിടുത്തെ അമ്മച്ചിമാർക്ക് ചെറിയ ടിക്ടോക്ക് ഭ്രാന്തുള്ളതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് കേട്ടോ. കമാൻ. അവിടെ ഇരിക്കുന്ന നീ ബീഫ് ഉണ്ടായിരുന്നോടാ. ഇന്നലെ നമ്മൾ പോയ വേറെ സ്ഥലത്താണ് എനിക്ക് തോന്നുന്നത്. അത് ഇവിടുത്തെ മെയിൻ മാർക്കറ്റ്. നമ്മളിപ്പം ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് കൂട്ടിയോ? മാർക്കറ്റ് സാധനം മേടിക്കുന്ന കേട്ടോ. ഞങ്ങള് രാവിലെ കഴിച്ചില്ലായിരുന്നു. അപ്പം ഇവിടെ ഉണ്ടല്ലോ പുറത്തുനിന്ന് ഭക്ഷണം വെക്കുന്നതിലും നല്ലത് നമ്മള് പുറത്തുനിന്ന് മേടിക്കുന്നതാണ്. നമ്മള് ഭക്ഷണം വെക്കുന്നേക്കാളും നല്ലത് ഇവിടുത്തെ സാധനം മേടിക്കുന്നതാണ്. അല്ല സോസേജ് ഉള്ളിൽ കൂടെ പോകുന്ന സാധനം. പിന്നെ ഇത് ബീഫ്, ഇത് ചിക്കൻ. ഇതിനൊക്കെ ഇവിടെ എന്തൊക്കെയോ പേരുണ്ട്. ഞങ്ങൾ ഓരോന്ന് വെച്ച് മേടിച്ചു. ഇതാകുമ്പോൾ നമുക്ക് വയറ് നിറയും കേട്ടോ.
ചിക്കനും കൊള്ളാം, കഴിഞ്ഞ ദിവസത്തെ പോലെ അല്ല, അല്ല അടിപൊളിയാ. നമ്മുടെ നാട്ടിലെ പപ്സ് ഇല്ലേ, പപ്സ് തന്നെ, പപ്സിന്റെ വേറെ ഭഗവായതം, ആ സെയിം സാധനം. ഇതൊക്കെ നമ്മൾ നാട്ടിൽ പരീക്ഷിക്കട്ടെ, പക്ഷെ എത്ര രൂപയ്ക്ക് കൊടുക്കും? ഇതിന്റെ അകത്ത് മൊത്തം ബീഫും മറ്റേ ചിക്കനും തന്നെ, ഉള്ളിയില്ല. എങ്ങനെയുണ്ട്? അത് പൊളിയായിരിക്കും അല്ലേ? ബീഫ് പൊളിയാ. ഐസ് നോക്കൂ, അതായത് നമ്മളിപ്പോൾ ഉള്ളത് അൽമാട്ടിയോട് ചേർന്നാട്ടോ. അൽമാട്ടിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു 10-20 കിലോമീറ്റർ പുറത്തുള്ള ഈ ഗ്രാമപ്രദേശങ്ങളിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. കാരണം ഇന്നലെ വണ്ടി പാർക്ക് ചെയ്യാനും വണ്ടി ഇടാനൊക്കെ ആയിട്ട് പോയതാണ്. ടൗണിൽ ഭയങ്കര പാടാട്ടോ. ടൗണിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട ആ പുള്ളിക്കാരൻ നമുക്ക് വേണ്ടി ഒരു പാർക്കിംഗ് സെറ്റ് ചെയ്യുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇട്ട് നമുക്ക് പോകാൻ പറ്റും. ഒരു ഗ്രാമപ്രദേശം ഇതുണ്ട്, ഈ കാണുന്ന ഒരു ഭാഗം കണ്ടോ, വേറെ വീടുകളും സംവിധാനങ്ങളൊക്കെ ഇവിടെ ഈ ഒരു സെറ്റപ്പാണ്. ഇവിടെ നിന്നാണ് നമുക്ക് പിന്നെ തിരിഞ്ഞു പോകേണ്ടത്. ഗൈസ്, പോലീസൊക്കെ നമ്മുടെ നാട്ടിലെ പിരിവട്ട് നോക്കട വീട് നോക്കടാ. ചെറിയ നീ കണ്ടായിരുന്നോ? ഇവിടെ നീ വളഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇതല്ലേ ഇവനെ. നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ ഹൈവേ കയറി. ഇവിടെ ഉണ്ടല്ലോ, ഇവിടുത്തെ പോലീസുകാരെ ശ്രദ്ധിക്കണുണ്ടോ, നല്ല പിരിവാണ്, വളരെ ശ്രദ്ധിക്കണം. ഞങ്ങൾ 2-3 പ്രാവശ്യം പല കാരണങ്ങളും പറഞ്ഞ് ക്ലീൻ ചെയ്യാൻ നോക്കി. ഞങ്ങൾ അതിൽ ക്ലീൻ ചെയ്യില്ല കേട്ടോ. ഒന്നും അറിയത്തില്ലാത്തോടെ നിൽക്കുക, വാശി അറിയത്തില്ല, ഇവന്മാരൊക്കെ പൊക്കോളൂ. അങ്ങനെയാണ് ഞങ്ങൾ 2 പ്രാവശ്യം രക്ഷപ്പെട്ടത്. നോക്കൂ, ഞങ്ങളിപ്പോ വണ്ടി ഓടിച്ചു നിൽക്കാൻ നേരത്തെ ഒരുത്തൻ ഇങ്ങനെ കാണിക്കുന്നതും കണ്ടു, ടിക്കുന്ന ഒരു സൗണ്ടും കേട്ടു. എന്റെ വണ്ടിയുടെ ഇവിടെ എന്തോ ഒരു ചെറിയ സാധനം വന്ന് കൊണ്ടു, ഗ്ലാസ് അങ്ങ് പൊട്ടി കിട്ടി കേട്ടോ. ഇതുണ്ടോ, ഇത്രയും ഭാഗം പൊട്ടി പൊളിഞ്ഞു പോയി, ചിന്നിപ്പോയി കേട്ടോ. ഞാൻ നോക്കട്ടെ എന്നെ സാധനവും നോക്കട്ടെ. എന്നാ എറിഞ്ഞതാ നോക്കി എല്ലാം ഉണ്ടോ? എന്നാ അവനിങ്ങനെ എറിയുന്ന ഞാൻ കണ്ടോ, ഇവനെ എറിയുന്ന ഞാൻ കണ്ടോ. വണ്ടിയിൽ നിന്ന് ടിന്നൊരു സൗണ്ടും കേട്ടു. എന്തായിരിക്കും ഇത്? എന്താണോ ഗ്ലാസ് പൊട്ടി കിട്ടി കേട്ടോ. ഗൈസ്, ഇതിന് സൂക്ഷിക്കണം. ഇത്രയും ഭാഗം സ്റ്റിക്കർ അടിച്ചാലോടാ. സ്റ്റിക്കർ ഒട്ടിക്കാം, ഇതങ്ങ് എടുത്ത് ഒട്ടിക്കാനെ. കല്ലല്ല, എന്തോ തുളഞ്ഞു പോകുന്ന എന്തോ സാധനം വെച്ചിട്ടാണ് എറിഞ്ഞത്. എന്തായിരിക്കും ഇത്? സ്റ്റിക്കറുണ്ട്, അത് വെച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അല്ലല്ലേ ഇത് ചിന്നും ചാൻസ് ഉണ്ടല്ലേ? പിന്നെ ചിന്നി കഴിഞ്ഞാൽ നമ്മള് ഇതിന് മുമ്പും രക്ഷപ്പെട്ടു. ഇതേ ചിന്നി കഴിഞ്ഞ പണിയാണല്ലോ ഇവിടെ. ഇതന്നെ എഴുതിയാക്കുന്നേ? ഫ്രഞ്ചെങ്ങാനോ, ഫ്രഞ്ചോ സ്പാനിഷോ അങ്ങനെ എന്താ ഭാഷയാ. അത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു കേട്ടോ. എന്റെ ദൈവമേ, ഇതിന്റെ ക്ലാസ്സുകാരന് പോയി കഴിഞ്ഞുണ്ടല്ലോ, നമ്മൾ നാട്ടിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യണം മാറ്റിയിടാൻ. ഇവിടെ ഉണ്ടല്ലോ ഈ പിന്നെ നമ്മൾ ഈ കസാക്കിസ്ഥാനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെക്കാനിക്കൽ പരിപാടി എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെന്റ് ഒക്കെ എടുത്ത് ചെയ്യണം കേട്ടോ. വലിയ അടിയപ്പോ ഈ കാണുന്ന വഴി കൂടിയാണ് നമുക്ക് നേരെ ഇവിടുത്തെ ഏറ്റവും മോസ്റ്റ് ഐക്കോണിക് ടൂറിസ്റ്റ് പ്ലേസിലേക്ക് നമ്മൾ പോകുന്ന ഒരു ലേക്ക് ആട്ടോ. മഹാഭാവിക്ക് എറിയാൻ കണ്ട നേരെ തലയില് പാമ്പ് അടിച്ചെന്ന് പറഞ്ഞല്ലോ കേട്ടോ. അവൻ ഇങ്ങനെ പറയണ്ട, ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ടിക്കുന്നൊരു സൗണ്ട് ആയിരുന്നു. ഇനിയും ദൈവത്തിനറിയാം എന്നെ സംഭവം. സൂക്ഷിക്കണം. ഇനി ഫ്രണ്ടിൽ മറ്റേ സാധനം വെക്കേണ്ടി വരുമോ? പോലീസുകാർ വെക്കുന്ന സാധനം. ഈ കാണുന്ന വഴി കൂടിയാണ് ഞങ്ങൾ ഫൈനലിൽ പോകുന്നത്. അവിടെ ഒരു KFC ഒക്കെ കാണാം. ഭൂലോകം പായുന്നേ കാണാമറയത്തെന്നും ഈ നെഞ്ചം തീരം തേടുന്നേ. ഇടനെഞ്ചിൻ തീരം തേടി മഴവില്ലായി മാറും നേരം ആരാരും കാണാതെ എന്നും ദൂരെ പോകും പോലെ. തന്നന്നം നാനാനേ താനാനാനേ നനന തന്നന്നം നാനാനാനേ നാ. നാളെ ആട്ടോ നമ്മൾ ലേക്ക് കാണുക. ഇന്ന് നമ്മൾ അവിടെ എത്തുമ്പോൾ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വൈകും. ഞങ്ങൾ ഈ കാണുന്ന ഹൈവേ ക്രോസ് ചെയ്യുവാണ്. ഈ കാണുന്ന ഹൈവേ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ തദ്ദേശീയരായ ആൾക്കാർ ഇവിടെ കൃഷിപ്പണി എടുക്കുന്നത് കാണാം. ഇതൊക്കെ ചാടണം കേട്ടോ, ഇതൊക്കെ ചാടി. പിന്നെ ശ്രദ്ധിക്കണേ, 100-110 ആയിരിക്കും ഓരോ വാഹനങ്ങളുടെ സ്പീഡ്. എൻ്റെ പൊന്നെ, ഒരു മനുഷ്യ കുഞ്ഞില്ലെന്ന്. വളരെ അൽമാട്ടിൽ നിന്ന് കൊണ്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ തുറസ്സായിട്ട് കിടക്കും കേട്ടോ. അതായത് ആളും പേരൊന്നും ഇല്ല റോഡിലൊന്നും. ഇത് എന്നാടാ കൃഷി? പൂക്കൃഷിയാണോ? ഗൈസ്, ഇതെന്തോ കൃഷിയാട്ടോ. ഇവിടെയുള്ള തദ്ദേശീയരായ ആൾക്കാർ ചെയ്യുന്ന കൃഷിയാണ്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനായിട്ട് വഴിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. യാതൊരു ഇതുമില്ല. ഇത് നോക്കിയാൽ അതിൻ്റെ അകത്തൊക്കെ വെള്ളം നോക്കിയാൽ ഇതുണ്ടോ, അവിടെ കണ്ടോ ഒരു തടാകം. അതിൻ്റെ അകത്ത് നിന്ന് വെള്ളം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നിനക്കോടാ? അത് തന്നെ ഗൈസ് നോക്കി. ഇതേ ഇവിടെയുള്ള തദ്ദേശീയരായ ആൾക്കാർ
എന്തോ ഒരു കൃഷി ചെയ്യുന്നുണ്ട് അങ്ങോട്ടേ. ഇതുണ്ടോ, ഇതിങ്ങനെ മുള്ളുകമ്പിയിട്ട് ഇത് ചെയ്താക്കുവാ. ചെറി ഇവിടെ ഏറ്റവും കൂടുതൽ വില കുറഞ്ഞ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ചെറിയ. നോൾട്ടിന്റെ ഒക്കെ ട്രക്ക് നോക്കിയാൽ കിടിലൻ ട്രക്കുകൾ. പക്ഷെ ഇത് പോരുന്ന കേട്ടോ പറയുന്നത്. ഏറ്റവും നല്ല വോൾവയാണ്. തുറന്നോടാ ഗൈസ്. നോക്കൂ, എപ്പോഴും വണ്ടി ഒന്ന് ശ്രദ്ധിക്കണം. ആ ഏരിയയിൽ പോയാൽ പിന്നെ സംശയം കേട്ടോ എന്തെങ്കിലും പോകുന്നുണ്ടോ എന്നുള്ളത്. ഗൈസ് നോക്കൂ, ഞങ്ങൾ കുറച്ചും കൂടെ ഫ്രണ്ട് വന്നപ്പോൾ വാഹനം ഒന്ന് നിർത്തി. ഈ കാണുന്ന ഇവിടെ ആട്ടോ നിർത്തി. അതായത് ഇവിടെ ഇത് പഴയ USSR ആണല്ലോ. വണ്ടി പൂട്ടിയോടാ. ഗൈസ് നോക്കൂ, USSRന്റെ സമയത്തൊക്കെ ഉള്ള ട്രക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴും കൃഷിഭൂമിയിൽ പണിയെടുക്കുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് നടന്ന് ഒരു കൃഷിഭൂമിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ടോ ഈ കാണുന്നൊരു വശത്തോട്ടാട്ടോ ഞങ്ങൾ നടന്ന് പോകുന്നത്. ഇവിടെ ഒരു കിടിലൻ ബംഗ്ലാവ് ഉണ്ട്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ബംഗ്ലാവ്. നോക്കിയേ, വേറെ ഒന്നുമില്ല കേട്ടോ. ആ ഒരു ബംഗ്ലാവ് മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് വണ്ടി ഇട്ടാക്കുന്നത്. ലിബി വണ്ടി അടഞ്ഞോ ഇല്ലെന്ന് ഉറപ്പ് വരുത്താണ്ട് ഇപ്പോൾ നമ്മുടെ വണ്ടി ഈ കാണുന്ന ഇവിടെ ആട്ടോ കിടക്കുന്നത്. അവിടുന്ന് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു. പനി ആയതുകൊണ്ട് ചില സമയത്ത് ചെറിയ കിച്ച് വരുന്നുണ്ട്. ചില സമയത്തുള്ളൂ. ഇത് നോക്കിയേ, പഴയ X5. ഇവിടെ ഇഷ്ടംപോലെ പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഏതോ വലിയ ടീമിൻ്റെ കൃഷിപ്പാടമാണ്. ഞങ്ങൾ നേരെ അങ്ങോട്ട് പോട്ടെ. ആ ഒരു വശത്ത് കണ്ടോ, ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെയാണ് ആൾക്കാർ പണിയും കാര്യങ്ങളൊക്കെ എടുക്കണേ. ഇവിടെ ഏറ്റവും കൂടുതലേ മാൻ പവർ കൂടുതൽ മിഷനറി ആട്ടോ ഉപയോഗിക്കുന്നത്. മിഷനറിയിലാണ് പരിപാടികൾ മൊത്തം. അല്ലെങ്കിൽ ഞങ്ങൾ നടന്ന് ഈ കാണുന്ന ഇവിടെ എത്തി കേട്ടോ. പഴയ ട്രക്കുകൾ. അപ്പാപ്പനും ഒരു ചേട്ടനും ഉണ്ട്. ഇവിടെ ഉണ്ടല്ലോ ട്രാക്ടർ, ഒരു പ്രത്യേകതരം വമ്പൻ ട്രാക്ടറാട്ടോ. ഈ കാണുന്ന ട്രാക്ടർ ഈ കാണുന്ന ഏരിയ മൊത്തം ഉഴുതു മറിക്കും അല്ലേടാ ലിബിനെ? ട്രാക്ടറിന്റെ നീ വ്യത്യാസം നോക്കിയോ? വലിയ ട്രാക്ടർ, അതിന്റെ അടുത്ത് 1, 2, 3, 5 ടയറുണ്ട്. പിന്നെ ഫുള്ളുണ്ടല്ലോ ക്ലൗഡി കാലാവസ്ഥ കേട്ടോ. ഭയങ്കരം ക്ലൗഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരം ക്ലൗഡി കേട്ടോ. നമ്മളീ പോകുന്ന വശമുണ്ടല്ലോ, അതായത് നമ്മളീ പോകുന്ന ലേക്കിൻ്റെ വശം മഞ്ഞ് പെയ്യുന്നതും അതുപോലെ തന്നെ അവിടെ നല്ല രീതിയിൽ തണുപ്പുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞു കേട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആ വശത്തോട്ട് വെച്ച് പിടിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു മോസ്റ്റ് ഐക്കോണിക്കൽ പ്ലേസ്. ഇത് നോക്കി, പഴയ സോവിയറ്റ് ട്രക്ക് കേട്ടോ. പഴയ USSRന്റെ സമയത്തുള്ള സൈസ് സാധനമാണ് ഇത്. എന്നതാ ഇത്? എൻ്റെ പൊന്നെ, ഒരു അസാമാന്യ സാധനം തന്നെ കേട്ടോ. ഇത് നോക്കിയേ, ഇതിൻ്റെ ഉള്ളിൽ കോഴിത്തൂലൊക്കെ വെച്ചിട്ടുണ്ട്. ഹായ് ഹായ്. ഓക്കെ ഗൈസ് നോക്ക്. ഗൈസ് നോക്ക് ഇവിടെയൊക്കെ. യാ ഗൈസ്. ആണോ? അത് എടുക്കലെന്നാ പറഞ്ഞത്. ഓക്കെ. ഗൈസ് നോക്കൂ, ഈ വണ്ടിയുടെ ഒക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തോ. അവരുടെ വീഡിയോ സംഭവങ്ങളൊന്നും എടുക്കലെന്നാ പറഞ്ഞേ. അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം. എന്തായിരിക്കും അങ്ങനെ? എനിക്ക് തോന്നുന്നത് എന്താന്ന് ചോദിച്ചാല് ഇതിൽ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ മുങ്ങിയിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. എനിക്ക് അങ്ങനെയൊക്കെയാ തോന്നുന്നത് കേട്ടോ. റഷ്യക്കാരായ ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും കേട്ടോ. മരിച്ചിര തക്കിടുകിടുക്കന്മാരാണ്. ലിവിനെ പോവാടാ. സന്തോഷമായില്ലേ? നടന്നു വന്നതിനുള്ളത് വളരെ സന്തോഷമായിട്ട് മേടിച്ചു. ഇവിടെ ഉള്ളൊരു ഭയങ്കര അഗ്രസീവ് ആട്ടോ, പ്രത്യേകിച്ച് റഷ്യക്കാർ. എന്നാണ് ലിവിനെ? ഹിന്ദുസ്ഥാനി. എന്നാ പറഞ്ഞതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഒരു അപ്പാപ്പനും മോനുമാണ്. എന്തൊക്കെയോ പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു വണ്ടി എടുത്തോട്ട് പോട്ടെ കേട്ടോ. ഫൈനലി ഞങ്ങൾ അവിടുന്ന് കെട്ടാളം മേടിച്ചു. ഞങ്ങൾ നേരെ രാവിലെ കല്ല് വെച്ച് വണ്ടി കയറി മേടിച്ചു, മേടിച്ചു. ഇന്ന് നമുക്ക് എത്ര നല്ല ദിവസമല്ല. ക്യാപ്റ്റൻ എബിനും ക്യാപ്റ്റൻ ലിബിനും അടുത്ത തെറി മേടിക്കാനായി അടുത്ത സ്ഥലത്തോട്ട് പോകുകയാണ് അല്ലേ? ഇപ്പൊ ഇവിടുത്തെ ടെമ്പറേച്ചർ അല്ലേ, നമ്മൾ വണ്ടി എടുക്കുവാണ്. പൊക്കമുള്ള സ്ഥലത്തോട്ടാണ് ഞങ്ങൾ. ഇപ്പൊ ഇവിടുത്തെ ടെമ്പറേച്ചർ 22.44 അല്ലേ ലിബി? ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ വാഹനം എടുത്ത് നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഇവിടെ എല്ലാം ഇഷ്ടം പോലെ കൃഷി സെറ്റപ്പ് ആട്ടോ. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മിനിക്കുട്ടീനെ ഞങ്ങൾ എടുത്തു. എവിടെ വെക്കൂടാ? ഇതിനെ വേണം തൽക്കാലം ഇവിടെ വെക്കാം. ഇതിനെ അവിടെ നീ തൽക്കാലം ബാഗിൽ തന്നെ ഒടിച്ചു വെച്ചാലേ. ഇതിനെ പിടിച്ചാലേ, ഇതിനെ ഒടിച്ചു വെച്ചാൽ. ഗൈസ് ഏതാണ്ട് 2-2.5 വർഷമായിട്ട് ഞങ്ങൾ ഡ്രോൺ പറത്തിയിട്ട് അങ്ങനെ പറത്തി പിള്ളേർക്കൊക്കെ സന്തോഷമായി. കുറേ നാൾ കൂടി ഞങ്ങൾ പണിയെടുക്കുന്നത്. ഇത്ര നാളും ഇവർ അടങ്ങിയിരിക്കുമായിരുന്നു. ഇവരൊക്കെ ഞങ്ങൾ ഓരോന്നിനെ ഇറക്കി തുടങ്ങും കേട്ടോ. ഇനി അങ്ങോട്ട് വന്നിട്ട് കിട്ടില്ല സ്ഥലം കിട്ടും. അവിടെ എല്ലാം വീശാട്ടോ ലിവിനെ. ഇനി ഒരു ഇതുമില്ല. അതെ, മിനിക്കുട്ടീനെ പറത്തി മിനിക്കുട്ടി നമ്മൾക്ക് നല്ല വിഷ്വൽസ് തരും. ഗൈസ് നോക്കൂ, ഈ കാണുന്ന ഇവിടെയാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത്. ഇനിയൊക്കെ നമുക്ക് 69 കിലോമീറ്റർ ഇനിയും സഞ്ചരിക്കാനുണ്ട് കേട്ടോ. വേറെ കാര്യമുണ്ട്, ഞാൻ ഗ്രാമത്തിലോട്ട് കയറി ചെന്ന് അവർ തന്തയ്ക്ക് വിളിക്കും. മിനിക്കുട്ടീന്റെ ഇവിടെ വേണം, മിനിക്കുട്ടി ഒപ്പി എടുത്തിട്ട് വന്നോളും, ആരും കാണാതെ അല്ലേ. നമ്മൾ വണ്ടി നിർത്തി ഒരു ചെറിയ ബ്രേക്ക് എടുത്തോട്ടോ. ഇവിടെ
നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന അതേ സെയിം റൂട്ടാണ്. ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിൽ നിന്ന് വരുമ്പോഴാണ് ഈ കാണുന്ന ഇവിടുത്തെ മോസ്റ്റ് ഐക്കോണിക്കൽ ലേക്കിലേക്ക് പോകേണ്ട റൂട്ട്. നമുക്കത് അറിയില്ലായിരുന്നല്ലോ. ആ പിള്ളേർ പറഞ്ഞാൽ നമുക്കത് മനസ്സിലായത് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് തിരിച്ചു പോകണം. ഇനിയും 11 കിലോമീറ്റർ കഴിഞ്ഞാണ് ടേണിങ്. അങ്ങ് കയറി ഉള്ളിലേക്ക് പോകണം. കിട്ടില്ല സ്ഥലം കേട്ടോ. തീർ സ്ഥലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു കിട്ടില്ല സാധനം കിട്ടും. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി ഞാൻ ലിബിനും പോവാം. എവിടെ പോവാടാ? ഇതാ എൻട്രി. ആ കടയിൽ അതില്ല കേട്ടോ. വണ്ടി എന്തായാലും ഞങ്ങളിവിടെ പാർക്ക് ചെയ്ത് ലോക്ക് ചെയ്തു. ഞങ്ങൾ നേരെ അപ്പുറത്തോട്ട് പോവുകയാണ്. അവിടെ കിട്ടും ഓരോ ട്രക്കുകൾ. നോക്കി എന്ത് രസമാണെന്ന് അറിയാം ഗൈസ്. നമ്മളിനി അങ്ങോട്ടല്ലോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വേറൊരു ഭൂപ്രകൃതിയിലേക്കാണ് കയറാൻ വേണ്ടി പോകുന്നത്. ഭയങ്കര രസമായിരിക്കും കേട്ടോ കാണാൻ വേണ്ടി. കട എവിടെയാ? ഇതാട്ടോ. ഇവിടെ എല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ട്. ഇത് ബീഫ്. ഇത് ബീഫല്ലേ? ബീഫ് ബീഫ് പത്താത്തന്നൊക്കെ വെച്ചാൽ എന്നാടാ? എനിക്കറിയത്തില്ല പട്ടട്ട എന്നാന്ന്. ഈ കാണുന്നുണ്ടല്ലോ, ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് ടീ. ഫ്ലേവർ ചായ, തണുപ്പുള്ള ചായ. നല്ല രസമുണ്ട് അത് കുടിക്കാന്. കുടിച്ചു കഴിഞ്ഞാൽ നല്ല ആനന്ദം കിട്ടും. കിട്ടാൻ വേണ്ടി ഇതുപോലെ പൊക്കി പിടിക്കണം. ഇവിടെ എന്നെ സംബന്ധിച്ചാല് ബോർഡറിന്റെ സൈഡിലായതുകൊണ്ട് നെറ്റ്വർക്ക് ഇല്ല. അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അത്രയ്ക്ക് ഭയങ്കര. ഇവിടെ കിച്ചണിലേക്ക് നോക്കി. എന്റെ അമ്മ എന്തോരം വെട്ടി കൂട്ടിയിട്ടാക്കുന്നത്. വാ നമുക്കിത് കഴിക്കാട്ടോ. നമുക്ക് പറ്റിയ സാധനങ്ങൾ ഇതൊക്കെ. ഇത് ബീഫാട്ടോ സാധനം. സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബീഫാണ്. ഇതാ രസമുണ്ടോ? ബീഫ് തന്നെയാ. ആരെന്നാ ഇന്നുള്ളിൽ ഒന്നുമില്ലാതെ സാധനം മേടിച്ചേ? പൊട്ടറ്റോ മാറിപ്പോയി. ഓർഡർ ചെയ്ത സാധനം മാറിപ്പോയി കേട്ടോ. സാരമില്ല, കഴിച്ചോളുക. ഇപ്പം പറഞ്ഞ് ഓർഡർ ചെയ്താ കേട്ടോ. പക്ഷേ രസമുണ്ട് ഇവന്. ഇതാണ് ഇവിടുത്തെ ചായ. ട്രാൻസാക്ഷൻ ചെയ്ത് കൊടുക്കാം ഫോൺ എടുത്ത്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കുടിക്കുന്ന കേട്ടോ. ഇതിന്റെ പേരാണ് ചായ. എങ്ങനെയുണ്ട്? സെയിം ടേസ്റ്റ് തന്നെയാ. ഇത് പൊമഗ്രനേറ്റാ. അതോ ഇതന്നെ ഞാൻ ഉപേക്ഷിച്ചോ? ഏതാ? നല്ല സാധനം. നല്ല രസമുണ്ട്. ഉള്ളിൽ ഫീലിംഗ് നല്ല രസമുണ്ട്. രസമുണ്ടല്ലേ? പോപ്പിൻസ് മുട്ടയൊക്കെ തിന്നുന്നതിന് നേരം കുടിച്ചാൽ മതി. അതാ സാധനം. ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബീഫ് കഴിച്ചായിരുന്നു. അതില്ല. മെനു എടുത്ത് കൊടുത്ത് നോക്കിയാലോ. പിസ്സ നല്ല വിശപ്പുണ്ടല്ലേ? നല്ല വിശപ്പുണ്ട്. എന്നാൽ നമ്മൾ സ്വന്തം ഭക്ഷണം വെച്ചുകൊണ്ട് കൂടുതൽ കഴിച്ചു. രാവിലെ കൂടുതൽ, അത് കാരണം വിശപ്പ്. ഓണമുണ്ട വയറേ ചൂളം പാടുള്ളൂ. ഒരെണ്ണം ഞങ്ങൾ മേടിച്ച പാടി. എങ്ങനെയുണ്ട് പിസ്സ? എങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമില്ലല്ലോ. സോസ് കഴിക്കുന്നു. സോസ് പോലെ ഇരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ KFC. ഇവിടെ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ചിക്കൻ്റെ വിങ്സ് ആണ് ഈ സാധനം. നല്ല ടേസ്റ്റ് ആട്ടോ. ഒരു പ്രത്യേക നല്ല ചൂട് സാധനം കിട്ടും. നല്ല ചൂടെന്ന് വെച്ചാൽ അത് കുഴുവ സാധനം കിട്ടും. നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ വരുവാണല്ലേ സ്വന്തം ഭക്ഷണം വെക്കുന്ന കൊള്ളാം. മേടിച്ച് കഴിക്കണം വലിയ പൈസ ആകുന്നില്ല കേട്ടോ. അല്ല, മേടിച്ച് കഴിക്കുന്ന ലാഭം. നമ്മള് പച്ചക്കറി മേടിക്കാൻ എന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇരട്ടി പൈസയാവും. സത്യം. 400-500 രൂപ നമുക്ക് ഇവിടെ ഫുഡ് കഴിക്കാം. വെക്കുവാണെങ്കിൽ ഒരു 5000 രൂപ വേണ്ടി വരും. നല്ലതാ. ഇത് ഫുള്ള് ഉള്ളു. ഇത് കണ്ടോ, ഫുള്ള് മൊത്തം പൊട്ടച്ച കേട്ടോ. വേറൊരു സാധനമില്ല. പക്ഷെ ഇത് കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ യാത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനം പിടിക്കണം. നാളെയാണ് നമ്മൾ സ്ഥലം കാണുന്നത്. അതായത് ഇന്ന് നമ്മൾ സ്ഥലം കാണില്ല. ഇന്ന് മൊത്തം ഓടിച്ചു പിടിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന വഴിയുടെ ഒരു പകുതി ഭാഗമാണിത്. ഇന്ന് മൊത്തം ഓടിപ്പിടുത്തോ കേട്ടോ. നോ ഇന്റർനെറ്റ്. അതാണ് ഇന്നത്തെ പ്രത്യേകത. യാത്രയായി കഴിഞ്ഞാൽ പുറം ലോകമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാവൂല അല്ലേ? നോക്കൂ, ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. പനിയുടെ ഒരു നല്ല അതിപ്രസരമുണ്ട് കേട്ടോ. നല്ല ശരീരവേദന, തൊണ്ടവേദന, ദേഹത്തുവേദന, എല്ലാ സാധനവും ഉണ്ട്. നേരെ പോവാണ് അല്ലേ? നോക്കൂ, ഞങ്ങൾ നേരെ നാളെ കേട്ടോ ശരിക്കും നമ്മള് ടൂറിസ്റ്റ് പ്ലേസ് കാണുന്നത്. ഇന്ന് നമ്മൾ അവിടെ വരെ വണ്ടി ഓടിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഓടിച്ചെത്തണം. ഇനി ഏകദേശം നമുക്ക് 180 സംതിങ് 174. ഞാൻ ഏകദേശം പറഞ്ഞാണ് കറക്റ്റായി കിട്ടിയല്ലേ? ഇവിടെയുള്ള ആൾക്കാർ വള്ളി കേട്ടോ. എന്തൊക്കെയാ അവര് പറയുന്നതെന്ന് അറിയത്തില്ല. കൊറേ പാട്ട് പാടുന്നു. ഇവര് ആരാന്ന് ചോദിക്കുന്നു. വണ്ടി നിർത്തിയായിരുന്നു. അതായത് ഇനി അങ്ങോട്ട് പോകുന്നവിടെ നമുക്ക് നെറ്റ് കിട്ടത്തില്ല. ഇതുണ്ടോ, ഈ കാണുന്നത് മൂന്നാർ പോലത്തെ ഹിൽ സ്റ്റേഷനിലേക്കാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. തണുപ്പായിരിക്കും. അന്യായ തണുപ്പെന്ന് വെച്ചാൽ അന്യായ തണുപ്പായിരിക്കും. കിടക്കാൻ നല്ല സുഖമായിരിക്കും. 168 കിലോമീറ്റർ നമ്മൾ ഇനി ഫ്രണ്ടിലേക്ക് ഓടിക്കണം. അത്രയുണ്ട്. ഇനി നമുക്ക് വണ്ടി അധികം സ്പീഡിൽ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി കയറ്റമാണെന്നാ തോന്നുന്നത്. പ്ലെയിൻ ലാൻഡ് കഴിഞ്ഞെന്നാ തോന്നുന്നത്. ഒരു വീടോ കൂടോ ഒരു സാധനവും ഇല്ല കേട്ടോ പോകുന്ന വഴിക്ക്. വളരെ നേരെ കിടക്കുന്ന വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വഴി. 2 വരി പാതയാണ്.
ഇത് റോഡുകൾ അടിപൊളി കേട്ടോ. തല്ലിപ്പള്ളി റോഡുകൾ വളരെ കുറവാണ്, ഇല്ല. പിന്നെ അതേപോലെ തന്നെ വേറെ സംഭവിച്ചാല് റോഡിന്റെ അപ്പുറം ഇപ്പുറം അങ്ങനെ ഒന്നുമില്ല. കുറെ ഇതുപോലത്തെ മുൾച്ചെടികൾ പോലെ സംഭവമുണ്ട്. കൃഷിയുണ്ട്. വേറെ കാര്യമുണ്ട്, കൃഷിയൊന്നുമല്ല, സാധാരണ സെറ്റപ്പാ. അതേപോലെ ഇവിടെ ലൈൻ ഇല്ലാത്ത ഭാഗമില്ലേ, അവിടുന്ന് മാത്രം വണ്ടി യൂ ടേൺ അടിച്ച് പോകാൻ പറ്റുള്ളൂ. ഗൈസ് കുറച്ച് ഫ്രണ്ടിലേക്ക് ഒന്നും വാഹനം നമ്മൾ നിർത്തി കിട്ടോ. അതായത് നമ്മുടെ വണ്ടി ഈ കാണുന്ന ഇതിലാണ് പോകേണ്ടത്. ഗൈസ് നോക്കൂ, ഇന്ന് നമുക്ക് ഓടിയാൽ മാത്രമേ നാളെ നമുക്ക് ആ സ്ഥലം നല്ല രീതിയിൽ രാവിലെ എണീറ്റ് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് നാളെ പറ്റുള്ളൂ. അതേ സമയത്ത് ഞങ്ങൾ നീളമേറിയ ഒരു കാർ ഗൈസ് നോക്ക്, ഞങ്ങൾ അതിഭയങ്കരമായ ഒരു കാറ് കണ്ടു കേട്ടോ. ഗംഭീര കാർ നോക്കിയേ. ഓഫ്, ഇതൊക്കെ കാറ്റും മൈക്കാണ് ചതിക്കുകയും ചെയ്തത്. നോക്കിയേ, ഹമ്മറിന്റെ ലിമോസിനാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ എക്സ്പെൻസീവ് ആയ കാറുകൾ പണിയുന്ന ഒരു വർക്ക്ഷോപ്പാന്ന് തോന്നുന്നു. ഇത് ഉപേക്ഷിച്ചാണ് കേട്ടോ. ലിമോസിനാണ്, ഹമ്മറിന്റെ ലിമോസിനാണ് ഈ സാധനം. ഇവിടെ ഇഷ്ടം പോലെ അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് കൊള്ളാലോടാ. ഇത് ചത്തു. ഇത് ചത്തെന്ന് കണ്ടറിയത്തില്ലേ? അല്ല ഇത് മരിച്ചു. H2 ആട്ടെ. H2-നെ ലിമോസിനാക്കി മാറ്റിയെടുത്താക്കുന്നതാണ് ഇവൻ. ഇവിടെയൊക്കെ പഴയ ടൈപ്പ് ആർമി USSRന്റെ കാലത്തൊക്കെ ഉള്ള പോലത്തെ പല സൈസ് വണ്ടികളും കാണാം കേട്ടോ. ഗൈസ് നോക്കൂ, ഫ്രണ്ടിലേക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഒരു സ്ഥലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിലോമീറ്ററോളം ഒരു ഒറ്റ മനുഷ്യ കുഞ്ഞിന്റെ ഒരു ജനവാസ സംഭവങ്ങളോ ഒന്നും ഉണ്ടാവില്ല. റോഡ് റോഡിനെ വിശ്വസിക്കാൻ കൊള്ളൂല കേട്ടോ. റോഡേ ഉള്ളൂ, ലോറി പോയിട്ട് അമങ്ങിയ റോഡ്. ഗിയർ ചില സമയത്ത് വീഴുന്നില്ല കേട്ടോ. ഇത് കണ്ടോ, തള്ളി തള്ളി ഇങ്ങ് പോരുവാ. അതെന്താടാ? പല്ല് പോയി കാണും മിക്കവാറും. രാവിലെ തന്നെ ക്ലാസ്സിന് ചെറിയ ടിക്കടി കിട്ടിയപ്പോൾ തന്നെ മനസ്സിനൊരു മാനസിക വിഷമാണ് കേട്ടോ. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യേണ്ടി വരും സാധനങ്ങൾ. നിനക്ക് ഉറപ്പുണ്ടോ? എക്സ്പോർട്ട് ഇവിടെ കിട്ടൂല പിന്നെ സാധനം. ജർമ്മനിക്കും അങ്ങനെ എന്തെങ്കിലും, ജർമ്മനി കിട്ടും ഈ വണ്ടിയുടെ സാധനങ്ങളെല്ലാം കേട്ടോ. എത്ര കിലോമീറ്റർ നീളത്തിലെ ഈ വഴി കിടക്കണെന്ന് നോക്കി. അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അറ്റം കാണാൻ പറ്റൂല. എനിക്ക് ഒരു 50 കിലോമീറ്റർ നീളം ഉണ്ടോ കേട്ടോ. 50 കിലോമീറ്റർ. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ ഈ കാണുന്ന ഇവിടെ വണ്ടി നിർത്തി. നമ്മൾ പോകുന്ന വഴിയാട്ടോ കാണുന്നത്. കീട്ടിലം വഴി എന്ന് വെച്ചാൽ കീട്ടിലം വഴിയാണ്, പക്ഷെ നല്ല രീതിയിലുള്ള കാറ്റാട്ടോ. ഞങ്ങൾ കാറ്റ് പെയ്യുന്ന സ്ഥലത്തു നിന്നൊക്കെ കുറെ മാറ്റിക്കൊണ്ട് നിർത്തി നോക്കി. ഒരു രീതിയിലുള്ള രക്ഷയില്ല. നല്ല രീതിയിലുള്ള കാറ്റാണ് എല്ലാ വശത്തും. ഒരു രക്ഷയില്ല. മൈക്ക് കുത്തിട്ട് കാര്യമില്ല, ഇതിലും കഷ്ടമാണ്. ഗൈസ് നോക്കൂ, നല്ല രീതിയിലുള്ള കാറ്റാട്ടോ. ഗൈസ് നോക്കൂ, മൈക്ക് എടുക്കുന്നവരെല്ലാരും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഗൈസ് നോക്കൂ, അതായത് നമ്മൾ അന്ന് ചൈനയിൽ നിന്ന് ഇറങ്ങി വന്നപ്പം ഉള്ള പോലത്തെ റൂട്ടിലെ അതേപോലത്തെ സെയിം ഭൂപ്രകൃതിയും അതേപോലത്തെ സെയിം സെറ്റപ്പ് ആട്ടോ നമ്മൾ പോകുന്നത്. ഒരു കിടിലം സ്ഥലത്തോട്ടാണ് നാളെ നമ്മൾ പോകുന്നത്. നല്ല കിടിലം കാഴ്ചയായിരിക്കും നാളെ നമ്മൾ കാണാൻ. നാളെ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഒരു വലിയ ലേക്ക്. അതിന്റെ അകത്ത് മഞ്ഞ. ഇതിന്റെ അപ്പുറമാന്ന് പറഞ്ഞത്, ചൈനയോട് ചേർന്ന് കിടക്കുന്നത്. ചൈനയുടെ അപ്പുറമാന്ന് വെച്ചാൽ ഗൈസ് നോക്കൂ, ചൈനയുടെ അപ്പുറത്തോട്ട് ചേർന്ന് കേട്ടോ ആ സ്ഥലം കിടക്കുന്നത്. ഗൈസ് നോക്കൂ, ഈ കാണുന്ന കിടില സ്ഥലത്താണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഞങ്ങള് കുറെ കാറ്റ് ഒഴിവാക്കിയൊക്കെയാ വന്ന് വീഡിയോ എടുക്കുന്നത്. നാളെ പറ്റുമെങ്കിൽ ഞങ്ങളൊരു മൈക്ക് നോക്കട്ടെ കേട്ടോ. നല്ല കിടില സ്ഥലം കേട്ടോ, പുറത്തിറങ്ങാൻ പറ്റില്ല, ഭയങ്കര കാറ്റാ. ഞങ്ങള് 10-30 ഗൈസ് നോക്കൂ, ഞങ്ങളുണ്ടല്ലോ ഡിജയുടെ മൈക്ക് മേടിച്ച് വെറുതെ ആയിപ്പോയി. നല്ല കിടില സ്ഥലം കേട്ടോ. ഇതൊന്നും അല്ല, നമ്മളങ്ങ് നേരെ ചെന്ന് കയറുന്ന സ്ഥലം. അതായത് അപ്രോക്സിമേറ്റ് ഇനി 136 കിലോമീറ്റർ 2.25 മണിക്കൂർ. കിട്ടിയില്ല സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലല്ലടാ. പിന്നെ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഇഷ്ടം പോലെ മലയിൽ പൂക്കൾ. വൈദ്യൻ ലിബിൻ സംസാരിക്കട്ടെ നിങ്ങളായിട്ട്. മഞ്ഞ നിറത്തിലും പച്ച നിറത്തിലും പൂക്കൾ, പനിനീർ പൂക്കൾ, അത്ര ഞങ്ങൾ പാടത്തുള്ളൂ കേട്ടോ. അതിൽ ഞങ്ങൾ പാടുന്നില്ല, കാരണം അതിന്റെ യഥാർത്ഥ ഓണറുകൾ നമുക്കിട്ട് പണി തരും. അതുകൊണ്ട് ഞങ്ങൾ അത്ര 2 വരിയേ പാടുള്ളൂ കേട്ടോ. 2 വരി. നല്ല രസം കേട്ടോ, നല്ല രസമാണ്. പകലുകളായി മാറുമ്പോൾ ലക്ഷ്യം മെല്ലെ നമ്മിൽ ചേരുന്നേ. ആരവമെല്ലാം വന്നിന്നൊരു കാതിൽ മെല്ലെ ചൊല്ലുന്നേ. ലോകം മെല്ലെ താനെ മാറുന്നേ. തിരയില്ല കടലോ മെല്ലെ താളം തുള്ളുന്നേ. അറിയാക്കഥ ചൊല്ലാനായി തിരയാൻ നിൽക്കല്ലേ. ഇല്ലാ കാലം സ്വപ്നം കണ്ടത് നേടാൻ പോകുന്നേ. ആരോ ചൊല്ലും കള്ളക്കഥ ഇത് കേൾക്കാൻ നിൽക്കല്ലേ. തന്നന്നനാനേ താനാനേ നനന തന്നന്നനാനേ നാ. ഭൂലോകം പായുന്നേ കാണാമറയത്തെന്നും ഈ നെഞ്ചം തീരം തേടുന്നേ. ഈ സാധനം മേടിക്കുന്നവർ സൂക്ഷിക്കുക കേട്ടോ, ഞങ്ങളെപ്പോലെ പെടരുത്.
ഒരു കാര്യമില്ല. എന്നാ ചെയ്യുന്നത്, എമ്മിൽ നമ്മൾ ഇട്ട് പിടിച്ചതാ, ഒരു കാര്യം ഉണ്ടായില്ല. വൈലോ ഇതിന്റെ എല്ലാ ഈ എം സേഫ്റ്റി എല്ലാം പോകണം, ഇതിലൊന്നും നടക്കുന്നില്ല. ലാസ്റ്റ് ഇതില് എസ്സിലിട്ട് പിടിക്കുക ഇനി കുറച്ചു നേരം. അങ്ങനെ ഉണ്ടാവും. നമുക്കൊന്ന് ടച്ച് ചെയ്തല്ലോ. ടെസ്റ്റ് ലോക്കാറ്റോണ് ഇത്. കാര്യമില്ല കഴിച്ച് നോക്കി. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇത് ഇതേപോലൊക്കെ തന്നെയായിരുന്നു കേട്ടോ. എന്നിട്ട് ഒരു വിധത്തിൽ ഒന്നും കൂടെ ട്രൈ ചെയ്യണം. ഒരു രക്ഷയും ഒരു ഗതിയും പരഗതി ഇല്ലാതെ അവസാനം ഞങ്ങള് എടുത്തു. നോക്കൂ, അതായത് ഈ കാണുന്ന കീട്ടിലെ സ്ഥലത്തിലൂടെ ആയിട്ട് നമ്മൾ വന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇരുട്ടാവും. ഇന്ന് എവിടെ കൊണ്ട് പാർക്ക് ചെയ്യുന്നൊന്നും അറിയത്തില്ല. കാരണം നമ്മൾ റോട്ടിൽ ചെയ്യും, പമ്പിൽ ചെയ്യും, എവിടെ വേണേലും ചെയ്യും. ഗൈസ് നോക്കി, ഇവിടെ ഇന്റർനെറ്റ് ഇല്ല, പുറം ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ല. സമയം ഇപ്പൊ നല്ല രീതിയിൽ വൈകി തുടങ്ങി. ഒന്നേലും ഇവിടുത്തെ കാലാവസ്ഥ ക്ലൗഡി കാലാവസ്ഥയാണ് ഇന്ന് മൊത്തം. അതായത് ഭയങ്കരം ക്ലൗഡി, മഞ്ഞ് പെയ്യുന്ന രീതിയിലുള്ള കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഗൈസ് നോക്ക്, ഇതിന്റെ 2 മോഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ ചേട്ടാ, പോയി 6 അടിച്ചിട്ട് വരൂ. ഗൈസ് ഇവിടെയൊക്കെ ഉണ്ടല്ലോ പഴയ വീടുകളാണ്. ഇത് നോക്കിയേ, ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ കുറെ ഓടിച്ചു തരാൻ ഇതുപോലെ വീടുകൾ കാണും. പിന്നെ എല്ലാം ഇങ്ങനെ ഈ മൗണ്ടൻസ് ആണ്, ഇഷ്ടം പോലെ മൗണ്ടനാണ്. ഈ കാണുന്ന മൗണ്ടന്റെ ഇടയിൽ കൂടിയൊക്കെയാണ് നമ്മൾ വാഹനം ഓടിച്ചു വന്നത്. അവിടുന്ന് വീഡിയോ ചിത്രീകരിക്കാൻ നോക്കിയപ്പോൾ കാറ്റ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആ കാറ്റിന്റെ ഒരു പവർ മനസ്സിലാവും കേട്ടോ. ഞങ്ങളൊക്കെ പറക്കുക അത്രയ്ക്കും. ഇത് കണ്ടോ ഈ മരമൊക്കെ അടുത്ത് കുലുങ്ങുന്നുണ്ടോ? ഇത് കണ്ടോ, അത്രയ്ക്കും പവർഫുൾ കാറ്റാട്ടോ. അപ്പൊ നമ്മൾ നല്ല ഒച്ചയിലാണ് ഇതിൽ സംസാരിക്കുന്നത്. എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. ഗൈസ് ഇവിടെ പല മേഖലയിലും ജനവാസം ഇത് ഭയങ്കര കുറവാണ്. എൻ്റെ പൊന്നെ, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഇവിടെ വെള്ളം കിട്ടുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വീടുകളുണ്ട്, എല്ലായിടത്തും വീടുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആൾക്കാരെ കാണാനില്ല. നമുക്ക് ഇനി ഇവിടുന്ന് ഇനിയും പോകണം. എന്നിട്ട് ഒരു 50 കിലോമീറ്ററിലാണ് അടുത്ത ടേണിംഗ്. ഇനി 100 സംതിങ് കിലോമീറ്റർ. ഈ സ്ഥലം കാണുമ്പോൾ നിനക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ തായ്ലൻഡിൽ ഒരു കൊപ്രക്കുളത്തിലോട്ട് കേറിയിട്ട് പഴയ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം കേട്ടോ. സത്യമാണല്ലോ, അവിടെ പട്ടി ഓടിച്ചു, ഞങ്ങൾ വീട്ടിൽ പോയി കയറി, അത് കഴിഞ്ഞിട്ട് ഓടിപ്പോയി വണ്ടി. ഗൈസ് നോക്കുക, അത് വളരെ ശരിയാട്ടോ ഈ പറഞ്ഞ. ഇവിടെയൊക്കെ പല വീടുകൾ ഇതുപോലെ തകർന്ന് കിടപ്പുണ്ട് കേട്ടോ. ഉള്ളേരിയ ഒന്നും അത്രയും കസാക്കിസ്ഥാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ ഒരു ഡെവലപ്ഡ് കൺട്രി അല്ല കേട്ടോ. ഒരു നോർമൽ രീതിയിലുള്ള കൺട്രിയാണ്. പിന്നെ വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റോഡുകൾ നല്ല റോഡാട്ടോ. എപ്പോഴും ഈ USSRന്റെ കാലത്തുള്ള പോലത്തെ ഈ ഒരു ടൈപ്പ് ട്രക്കുകളുണ്ടാവും കേട്ടോ. ഇതെല്ലാം റഷ്യൻ ടൈപ്പ് ആ ഒരു സംഭവമാണിത്. ഇതുണ്ടോ, അതൊക്കെ ഇപ്പോഴും ഇവിടെ കാണുക കേട്ടോ. ഗൈസ് ഇതൊക്കെ ഇവിടുത്തെ വീടുകളാട്ടോ. ഇവിടെ എല്ലാവർക്കും നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുന്നൊന്നും അങ്ങനെ ഇഷ്ടമല്ല. 2-3 സ്ഥലത്ത് ഞങ്ങൾ തെറി കേട്ടു. ഞങ്ങൾ കുനിഞ്ഞു കാണിച്ചു, കമന്ന് കാണിച്ചു, കുമ്പിട്ട് കാണിച്ചു, എന്നിട്ടും രക്ഷയില്ല. എന്തൊരു കാറ്റാന്ന് നോക്കിയേ. ഗൈസ് ഇവിടെ പശുവിലും കൂടുതൽ ആൾക്കാർ വീട്ടിൽ വളർത്തുന്ന കുതിരകളെയാട്ടോ. കുതിര ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ വീടാ. ഈ ഭാഗങ്ങളൊക്കെ വീടുകളാണ്. ഗൈസ് നോക്കി, ഇതൊക്കെ വീടാട്ടോ. ഇന്ന് ഭയങ്കര ക്ലൗഡി കാലാവസ്ഥയാ. എനിക്ക് തോന്നുന്നു മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഓരോ വീടുകളാട്ടോ. ഞങ്ങളിങ്ങനെ നടന്ന് ഇവിടെ എത്തി. ഇതൊക്കെ ഗ്രാമത്തിന്റെ ഏരിയകളൊക്കെയാണ്. കാറ്റിന്റെ ഒരു ഭീകരത നിങ്ങൾക്ക് കാണുമെങ്കിൽ എൻ്റെ താടിയിലേക്ക് നോക്കാൻ മതി കേട്ടോ. എൻ്റെ ഒരു താടി കൊച്ചിയിലേക്ക് ഒരെണ്ണം കൊയിലാണ്ടിയിലേക്കും ഒരെണ്ണം കോതമംഗലത്തേക്കും ആട്ടോ ഇരിക്കുന്നത്. അപ്പം മനസ്സിലാവും നിങ്ങൾക്ക്. എൻ്റെ താടി കാണും മനസ്സിലാവും. കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കിടന്ന് ആടുവാ. ഭയങ്കര കാറ്റാട്ടോ. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. നാളെ ഇനി ഇതൊന്നും ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കും. നോക്കട്ടെ, നമുക്ക് ആൽമാട്ടിയിൽ നിന്ന് ഒരു ഹോളി ലാൻഡ് മേടിക്കാൻ പറ്റും. നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. എൻ്റെ ഇന്തോനേഷ്യ വെച്ച ഒരു വീഡിയോ തകർത്ത് കളഞ്ഞവനാണ് ഈ വീഡിയോ. ഒരു വീഡിയോ അല്ല, 3 വീഡിയോ തകർത്ത് കളഞ്ഞ കേട്ടോ. അന്ന് ഞാൻ ഇതിനോടുള്ള വിശ്വാസം എനിക്ക് പോയത്. നോക്കിയാ പുതിയ വണ്ടി, എൻ്റെ പൊന്ന് എന്തൊരു രസം നോക്കിയാൽ കാണാൻ വേണ്ടി. പൈസ നോക്ക്, പഴയ രീതിയിലുള്ള ട്രക്കുകളാണ്. ഇത് ഏറ്റവും കൂടുതൽ വയസ്സായ ആൾക്കാർ ഉപയോഗിക്കുന്നത്. അതേം പറഞ്ഞു ശരിയാണ്. ഏകദേശം 50 കൊല്ലം 60 കൊല്ലം പഴക്കമുള്ള വണ്ടി ഇപ്പോഴും കിടന്നു. നീ ഒന്ന് തുറന്നു തന്നായിരുന്നു വാഹനത്തിൽ കയറുന്നത്. കൈസ് എനിക്കാണേൽ എൻ്റെ വണ്ടിയുടെ ഇവിടെ ഗ്ലാസ് പൊട്ടിയതിൻ്റെ ഒരു ചെറിയ വിഷമം, അത് വേറെ. കൈസ് നോക്കുക. എന്തായാലും ഞങ്ങൾ നേരെ വണ്ടിയെ കയറട്ടെ. മൈക്ക് ചതിച്ചില്ലെന്ന് വിശ്വസിക്കുന്നു. അല്ലേ ലിബിനെ? മൈക്ക് ചതിച്ചില്ലെന്ന് വിശ്വസിക്കുന്നു. മൈക്കിന്ന് ചതിച്ചാൽ പറയണം. ഇത് കണ്ടോ, ഇതാ ഞങ്ങൾ ഉപയോഗിക്കുന്ന മാപ്പ്. വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം നെറ്റൊന്നും ഇല്ല കേട്ടോ. ഇതില് ആക്രസി കുറവാട്ടോ ഈ മാപ്പിന്. അത്ര ആക്രസിയോ അങ്ങനെ കാര്യം എന്താ, തേപ്പാട്ടി വെച്ചിപ്പോ ഡൗൺലോഡ് ചെയ്താക്കുന്നത്. ടൂറിസ്റ്റുകൾ നിർത്തുന്ന ഏരിയ കേട്ടോ. ചെറിയൊരു കട, വടി കൊട. എന്നാണ് ഇതൊക്കെ? ഇതെന്നാ എല്ലാരും ചിരിച്ചു കാണിക്കുന്നത്? ട്രഡീഷണൽ എന്തോ ഫുഡാണ്. ചിരിച്ചു കാണിക്കുന്നിടത്ത് ഒരിക്കലും പോകരുത്. അതിനടാ ഇതേ ഒരു പുറം വണ്ടി ഒന്ന് കിടക്കുന്നു. നമ്മുടെ വണ്ടി അല്ല ഇത്. ഇത് ഏതാ ഫോറിനർ വണ്ടി കേട്ടോ. യൂറോപ്യൻ യെസ് ഐസ് യൂറോപ്യൻ. ഒരു ക്യാമ്പർ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്നത് അല്ല യൂറോപ്യൻ അല്ലേ? ആ അതെ.
ഗൈസ് നോക്കൂ, ഒരു യൂറോപ്പ് ആയാലും പറഞ്ഞാലും ഇവര് എടാ സെയിം ഫ്രണ്ട് ഗ്ലാസ് ആണോ നമ്മുടെ നോക്കിയേ? ഗൈസ് നോക്കൂ, നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഒരു യൂറോപ്യൻ ക്യാമറ അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് 129 കിലോമീറ്റർ നമുക്ക് ഇനിയും ഫ്രണ്ടിലേക്ക് പോകാണ്ട്. ഇഷ്ടംപോലെ വിദേശികൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ഇത് മണ്ണുകൊണ്ടുള്ള വീട് ഇതാടാ. ഓ, ഇത് എമ്പടി ഉണ്ടല്ലോ, അവിടെ ഉണ്ടല്ലോ ലിബിയ. ഇവിടെ മണ്ണ് കൊണ്ട് നമ്മുടെ ഇന്ത്യയിലുള്ളവർക്ക് അതേ സെറ്റപ്പ് ഇവിടെയുണ്ട്. ഓ ഗൈസ് നോക്കൂ, നമുക്ക് നേരെ വെച്ച് പിടിക്കാം. ഇനിയും നമ്മൾ രാത്രി ആകുന്നതിന് മുമ്പേ ഒരു നല്ല സ്ഥലം നോക്കി കണ്ടുപിടിച്ച് അവിടെ കിടന്നുറങ്ങണം. ഇന്ന് ഇന്റർനെറ്റോ സാധനങ്ങളൊന്നും ഞാൻ കേട്ടതില്ല. ഇഷ്ടംപോലെ പുറം വണ്ടികൾ ഈ കാണുന്ന റൂട്ടിൽ വരുന്നുണ്ട്. അതിന്റെ നമ്പർ പ്ലേറ്റ് കണ്ടാൽ അറിയാം അത് ഹോങ്കോങ് വണ്ടിയാണെന്ന് ഉള്ളത്. ഹോങ്കോങ്ങിൽ നിന്ന് വന്ന വണ്ടിയാട്ടോ. സംഭവം കറക്റ്റാ ഞാൻ പറഞ്ഞത്. ഹോങ്കോങ് തന്നെയാണോടാ? ഹോങ്കോങ് ആണ്. വിദേശ വണ്ടിയാണ്. ക്യാമറ കേട്ടോ, ക്യാമറ. ഇത്രയും നേരം വരെ നമ്മൾ കയറ്റം കയറുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇറക്കി ഇറങ്ങേണ്ടത് മഞ്ഞുള്ള സ്ഥലത്തോട്ടാണോ പോകുന്നേടാ? അതേ കണ്ടാൽ തന്നെ നമുക്കറിയാം കാലാവസ്ഥയും മിക്കവാറും നമുക്കിത് മഞ്ഞ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. നോക്കൂ, ഫൈനലി അങ്ങനെ നമ്മളൊരു കിടില സ്ഥലത്തോട്ടാണ് അടുത്തോണ്ടിരിക്കുന്നത്. കിടിലെന്ന് വെച്ചാൽ കിടില കേട്ടോ. നാളെ ഇതിന്റെ അപ്പുറത്തെ കാഴ്ച നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. കാരണം ഇവിടുന്ന് ഇനിയും നമുക്ക് ഒരു 59-60 കിലോമീറ്റർ ഇനി നമുക്ക് സഞ്ചരിക്കാനുണ്ട് കേട്ടോ. ഇതൊരു രസമെന്ന് അറിയത്തില്ല വണ്ടി ഓടിച്ചു പോകാൻ വേണ്ടി. ഗൈസ് നോക്കൂ, അങ്ങനെ ഫൈനലി നമ്മൾ വണ്ടി നിർത്തി. ഈ കാണുന്ന ഒരു കിടില സ്ഥലമാണ് നാളെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇതല്ല കേട്ടോ, നമ്മൾ ഇതിലും സെറ്റപ്പ് ഒരു ലേക്കിലേക്കാണ് പോണത്. ഫുള്ള് പച്ചപ്പ് എന്ന് വെച്ചാൽ പച്ചപ്പോട് പച്ചപ്പ്. നമ്മളൊരു സ്വിറ്റ്സർലാൻഡ്, സ്വീഡൻ സ്ഥലങ്ങളിൽ എത്തിയ പോലെ ഉണ്ട് കേട്ടോ. നോക്കിയാൽ കിടിലം ഗ്രാമങ്ങൾ എന്ന് വെച്ചാൽ കിടിലം ഗ്രാമങ്ങൾ. എൻ്റെ പൊന്നെ എന്ത് രസമെന്ന് നോക്കിയേ. ഓ ഗൈസ് നോക്കൂ, നമുക്കിനി ഇവിടുന്ന് തിരിഞ്ഞു പോകണ്ട്. നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട്, നമ്മുടെ വണ്ടിക്ക് എണ്ണയില്ല. ലിവിനെ, എണ്ണ പേടിക്കേണ്ടി വരുമല്ലോ കേട്ടോടാ. എണ്ണ ഇവിടെ എവിടെയെങ്കിലും കിട്ടും. ഗൈസ് നോക്കി, ഇവിടെ എവിടെയോ കിട്ടും കേട്ടോ. അതായത് ഇതിന്റെ അപ്പുറം ഇപ്പുറം ഒക്കെ എന്തോ കൃഷിയാട്ടോ. ഇതെല്ലാം ഇങ്ങനെ മുള്ളുകമ്പി കൊണ്ട് ഇങ്ങനെ എന്നാ പറയാ, ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടേക്കാണ് അപ്പുറത്തോട്ട് ഇപ്പുറം ചാടാതിരിക്കാൻ വേണ്ടി. ഓ ഗൈസ് നോക്കൂ, നാളെ ഇതേപോലത്തെ സ്ഥലത്തിലൂടെയാണ് നമ്മൾ പോണേ. എന്നിട്ട് നേരെ നമ്മൾ ഇതേപോലത്തെ മഞ്ഞുമലയുടെ ടോപ്പ് മഞ്ഞുമലയില്ലേ അതിന്റെ അടുത്തോട്ടാണ് നമ്മൾ അതിന്റെ അകത്തൊരു കിടിലൻ ലേക്ക് നമുക്ക് മഞ്ഞ് കിട്ടും. ഗൈസ് നോക്കൂ, നല്ല കിടിലൻ ലേക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ കാണുന്ന നോക്കി ഇവിടുത്തെ സിമിത്തേരി പോലത്തെ എന്തോ സംഭവമായിട്ട് നമ്മൾ വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ കാണാം. ഗൈസ് നോക്കൂ, ഫൈനലി നമുക്ക് ടൗണിലേക്ക് വണ്ടി എടുക്കാം. ടൗണിലോട്ട് എടുക്കാം. ഗൈസ് നോക്കൂ, നമ്മൾ നല്ലൊരു പാർക്കിംഗ് നോക്കി എവിടെയെങ്കിലും വണ്ടി നിർത്തട്ടെ. ഇല്ലേ നമ്മൾ വിചാരിച്ചാലും വണ്ടി ഒതുക്കാമല്ലോ. വണ്ടിക്ക് ആദ്യം എണ്ണ അടിക്കണുണ്ട്, അതാണ് മെയിൻ പർപ്പസ്. എടാ ഇവന് ഇവിടെ മറ്റേ റേഞ്ച് ഉണ്ടാവില്ല, ഇവിടെ റേഞ്ച് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ദിസ് ഈസ് ടവർ വെരി ടു മച്ച് ടവർ. ഇവിടെ 2 കമ്പനിയേ ഉള്ളൂ. ആ 2 കമ്പനിയുടെ ടവർ കാണുന്നുണ്ട്. ഗൈസ് നോക്കൂ, നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് വണ്ടി എടുക്കട്ടോ. പനി വന്നത് ഒരു വലിയ അടിയായിപ്പോയി കേട്ടോ. കാരണം പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് കേട്ടോ. എൻട്രി ഐലിയ എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷനാണ്. ഐലിയ തന്നെയാണ് പ്രൊണൗൺസിയേഷൻ, എനിക്ക് അറിയത്തില്ല. അവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകൾ പോയി കിടപ്പുണ്ടല്ലോ, ഇഷ്ടം പോലെ അല്ലേ. ഈ കാണുന്ന വഴി കൂടെയാണ് ഞങ്ങൾ വന്നത്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ പാർക്കിങ്ങും സംവിധാനം ഒന്നും കാണുന്നില്ല കേട്ടോ. ഞങ്ങൾ ലാസ്റ്റ് എന്ത് ചെയ്തു, ഇവിടെ അങ്ങോട്ട് വണ്ടി ഒതുക്കി. ഗൈസ് നോക്കി, ഇതെന്തൊരു ഇടിഞ്ഞു പൊളിഞ്ഞു പോലത്തെ ബിൽഡിംഗ് ആട്ടോ. ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് വണ്ടി ഒതുക്കി. ഇതെന്നാടാ അങ്ങനത്തെ സംഭവം? രാവിലെ നമ്മൾ പോകുമല്ലോ, എന്തായാലും വണ്ടി ഇവിടെ ഇട്ടു. രാവിലെ ആൾക്കാർ വിളിച്ചോളും. രാവിലെ എണീറ്റ് ഈ ഗ്രാമം മൊത്തം ഒരു കലക്ക് കേൾക്കണം കേട്ടോ നാളെ, അല്ലേ ലിബിയെ? പമ്പ് രാത്രി പമ്പ് കൊണ്ടിടുന്നല്ല, ബാത്റൂമിന് വേണ്ടി അതല്ലേ നല്ലത്. രാത്രി എന്തിനാ ഉണ്ടോന്ന് ഇവിടെ ഇട്ടിട്ട് രാവിലെ പമ്പിൽ പോവാം, അതായിരിക്കുമല്ലോ നല്ല. ഞങ്ങൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇന്ന് വെക്കാൻ വേണ്ടി പോകാം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്ന് വെച്ചാൽ ഒരു സാധനം കിട്ടില്ല കേട്ടോ. ഞങ്ങൾ നേരെ അവിടെ പോയിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി, പക്ഷെ ഒന്നും കിട്ടിയില്ല ഞങ്ങൾക്ക്. കാരണം ഞങ്ങളോട് ഫുഡ് ഉണ്ടാക്കുവാണ്. അതേപോലെ ഞങ്ങൾ നല്ല അടിപൊളി പാർക്കിംഗ് സ്ഥലം കണ്ടുപിടിച്ചു കേട്ടോ. ഇവിടെ എന്തോ നേരത്തെ എന്തോ കമ്പനി എന്തോ സംഭവം ഉണ്ടായിരുന്നു, അത് പൂട്ടിപ്പോയി. അതിൻ്റെ അപ്പുറം എന്തോ കമ്പനി ഉണ്ടായിരുന്നു, അതും പൂട്ടിപ്പോയി. ഇപ്പോൾ ആകെയുള്ള ആ കുതിരയുണ്ട്, ഞങ്ങളും ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ഈ സ്ഥലത്തു നിന്ന് നേരെ ഇങ്ങോട്ട് കയറിയിട്ട് ഇവിടെ വെച്ചോട്ടെ. ഇന്ന് ഇവിടെ ഇടാമെന്ന് പറഞ്ഞാൽ ആരും ഓടിപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ മാറേണ്ടി വരും. ഇതുവരെയായിട്ടും ആരുടെ വലിയ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇന്ന് ഇവിടെ തന്നെ ഇടാമെന്നാട്ടോ നമ്മൾ. അതായത് ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സ്ഥലമാണ്, വേറെ ആരും ശല്യം കാര്യങ്ങളൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും വരും, ഇവിടുത്തെ ഭാഷ പറയും. അപ്പം ഞങ്ങൾ പറയും ഞങ്ങൾക്ക് അറിയില്ല അറിയില്ല അറിയില്ല. അപ്പോൾ അവർ പോകും. ഇടിവെട്ടോടുകൂടിയുള്ള മഴ. ചൈനയിൽ മഴ. ചൈന അല്ലേ ഇത്? ഓ എൻ്റെ ഷെയറിൽ പോയപ്പോൾ മൊത്തം പോയി. കസാക്കിസ്ഥാനിൽ മഴ. കസാക്കിസ്ഥാൻ ഇടിവെട്ടോടുകൂടിയ ശക്തമായ മഴ. ഞങ്ങൾ തുറന്നു വെച്ചോക്കായിരുന്നു, ഇനി പടക്കേണ്ടി വരുമല്ലോ ഭർത്താവേ. ഓ ഗൈസ്, ഞങ്ങളിവിടെ വീഡിയോ എഡിറ്റിങ്ങും അതുപോലുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ദേ മഴ. നാളത്തെ കാര്യം ഗോവി ഇങ്ങനെ പോകണം പ്ലാനായിരുന്നു. അല്ലല്ലോ നാളെ നമുക്ക് പ്ലാൻ. ഇവിടത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചപ്പുള്ള സ്ഥലമായതുകൊണ്ട് മഞ്ഞായിരിക്കട്ടോ. നാളെ നമ്മൾ പറഞ്ഞാൽ മേലോട്ട് നമുക്ക് മഞ്ഞ് കിട്ടും.